റാം നാരായൺ റാം. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ മനസ്സുകൾ ധ്യാനപാഠങ്ങൾ എന്നിവയിലേക്ക് തിരിയുന്നതിന് നാം എന്തു ചെയ്യണം? കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലായി പല അർത്ഥശൂന്യമായ കാര്യങ്ങളിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. അതിലൂടെ തങ്ങളുടെ വിലപ്പെട്ട സമയത്തെ വെറുതെ കളയുകയാണ്. അതിനാൽ കുട്ടികളുടെ മനസ്സ് റാം നാരായൺ റാം എന്ന ദൈവീയ നാമത്തിൽ ആകർഷിക്കപ്പെടുകയും അവരുടെ ജീവിതം വിജയകരമാകുകയും ചെയ്യേണ്ടതുണ്ട്. പ്രതിയൊരു വ്യക്തിയുടെയും ഉള്ളിൽ മനസ്സുണ്ട്. അതിൽ ദിവസവും കുറച്ച് 50,000 ചിന്തകൾ നടക്കാറുണ്ട്. പിന്നെ നാം തന്നെ നമുക്കെതിരാളികളാവാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം താനും തെറ്റായ വഴിയിലേക്കും അശുഭ വഴിയിലേക്കും നയിക്കുന്നത്? നാം എല്ലാം നമ്മുടെ മനസ്സിൻ്റെ രാജാക്കന്മാരാണ്. ഒരു രാജാവ് ഭാവപൂർവം തെറ്റ് ചെയ്യുമോ? അതൊരിക്കൽ കേൾക്കുവാനും ലജ്ജയാകുന്നു. യഥാർത്ഥ രാജാവ് അറിയുകയും ചെയ്യുകയും ചെയ്യുന്നവൻ ആണ്. ഒരു അച്ഛൻ തൻ്റെ മകനെക്കുറിച്ച് ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അവൻ സ്വന്തം സ്വഭാവത്താൽ മദ്യം കുടിച്ചാലും സിഗരറ്റ് വലിച്ചാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൻ്റെ മകനെ ഒരിക്കലും അനുവദിക്കുകയില്ല. ഒരു പൈതലിനായി അച്ഛന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതേ കഴിവ് എങ്ങനെ നമുക്ക് തന്നെ ലഭിക്കില്ല? നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം നമ്മുടെ അന്തർമനത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതില്ലേ? ഓരോരുത്തരും സ്വന്തം വിവേകത്തെ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കേണ്ടതുമാണ്. ഒരു മനുഷ്യൻ സ്വയം വിവേകവാനായി മാറുകയാണെങ്കിൽ അയാളുടെ അടുത്ത തലമുറ സ്വയം വിവേകശാലികളായി തീരും. അതിനാൽ നമ്മൾ അവശ്യമായും നമ്മുടെ വിവേകത്തിൻ്റെ ശബ്ദം കേൾക്കണം. കാരണം അതാണ് നമ്മുടെ അള്ളാ, ഖുദ, ഗോഡ്, ആത്മാവ്, ഈശ്വരൻ. പിന്നെ നാം അതിൻ്റെ ശബ്ദം കേൾക്കാതെ ഇരിക്കുമോ? ഒരു കുഞ്ഞ് നവജാത ശിശുവാണ് എന്നു ചിന്തിക്കുക. ഡോക്ടർ അവനെ നന്നായി കഴുകി അവൻ്റെ അമ്മയുടെ ചേലപ്പുറത്ത് കിടത്തുന്നു. നഴ്സ് വരുമ്പോൾ കുട്ടിയുടെ വായിലേക്ക് നീമച്ചെടിയുടെ ചാറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് അതിനോട് പ്രതികരിക്കുമോ? അതെങ്ങനെയെങ്കിലും ചാറ്റില്ല. ആ ചാറ്റ് എങ്ങോട്ടെങ്കിലും തള്ളിക്കളയും. കാരണം അതൊരു കയ്പുള്ള രുചിയാണ്. എന്നാൽ അവളത് മധുരം കൊടുത്താൽ കുഞ്ഞ് ഉടനെ അതിനെ സ്വീകരിക്കും. ഇവിടെ പിറന്ന കുഞ്ഞിനെയും വരെ അത്രയും ബുദ്ധിയുണ്ട്, അതിൻ്റെ വിവേകത്തെ അനുസരിക്കുന്നു. പിന്നെ നമ്മൾ വലിയവരും ബുദ്ധിമാന്മാരുമാകുമ്പോൾ നമ്മൾ നമ്മുടെ വിവേകത്തെ അനുസരിക്കേണ്ടതില്ലേ? ഇതുപോലെയുള്ള വിവേകവും ചൈതന്യവുമാണ് നമ്മുടെ ജീവിതത്തിന് ശരിയായ വഴി കാണിച്ചു തരുന്നത്. നമ്മൾ തെറ്റായി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. മനസ്സും വിവേകവും നമുക്ക് സത്യം അസത്യം തമ്മിലുള്ള വ്യത്യാസം മാത്രം പറഞ്ഞുതരുന്നില്ല, നമ്മുടെ സമഗ്ര വികസനത്തിലും സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന വിവേകത്തെയും ചൈതന്യത്തെയും കേട്ടാൽ നിങ്ങൾക്ക് ശരിയായ ജ്ഞാനത്തിൻ്റെ അനുഭവം ലഭിക്കും. ആ ജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചാൽ വിജയത്തിലേക്കുള്ള ശരിയായ മാർഗം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണപ്പെടും. ആ മാർഗത്തിൽ നടക്കുന്നതിലൂടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന എല്ലാം നേടാനാകും. ആകാശം പ്രകൃതിയെ സൃഷ്ടിച്ചു. അതിൽ നിന്നാണ് സൃഷ്ടി ഉരുത്തിരിഞ്ഞത്. അതിൽ നിന്നാണ് നമ്മൾ ഉരുത്തിരിഞ്ഞത്. ഇവയെല്ലാം പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. ഇവയിലൂടെ നമ്മെ ഊർജം ലഭിക്കുന്നു. നമ്മളുടെ ചൈതന്യം ഉണരുന്നു. നമ്മളുടെ വിവേകം വളരുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതാണ് നമ്മുടെ വിവേകം. അതാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ മനസ്സ്. അത് എല്ലാം നമ്മോട് പറയുന്നു. നമ്മൾ തെറ്റായി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതാണ് നമ്മെ ഉണർത്തുന്നത്, ഇത് തെറ്റാണ്, ചെയ്യരുതെന്ന്. റാം നാരായൺ റാം എന്നത് ഒരു ബീജമന്ത്രമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നു. ഇന്നുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാമം ജപിച്ച് അവരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിന് കാത്തിരിക്കുന്നു?
നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതുപോലെ റാം നാരായൺ റാം ജപിക്കൂ, ജീവിതം ധന്യമാക്കൂ. നിങ്ങൾ ഇന്ന് തന്നെ ശരിയായ പാതയിലേക്കുള്ള ആദ്യ ചുവടവയ്ക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറ സ്വയം നല്ല വഴിയിലേക്ക് മാറുകയും അതിലൂടെ വളരുകയും ചെയ്യും.